നമുക്കിനി തിലോപ്പിയ മീനൊന്ന് പൊള്ളിച്ചെടുക്കാമേ. നല്ല ജീവനുള്ളതായിരുന്നു, ഇപ്പോൾ ചത്തുപോയി. പൊള്ളിച്ചെടുക്കാൻ നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാമേ. സവോള ഇട്ട് കൊടുത്താൽ ഇനി അത് വഴന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാവേ. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വെട്ടിയെടുക്കാമേ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികളിട്ട് കൊടുക്കാം. ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമായ മുളക് പൊടി, ഒരു കഷ്ണം കുടംപുളി, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ മീനിലെല്ലാം നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മുടെ മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ. നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ വെള്ളം തന്നെയാണിത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. സൂപ്പർ.